കാര്യമുണ്ടോ? കേട്ടോ കേട്ടോ, എന്റെ ഏലിക്കുട്ടിയമ്മയുടെ ഒരു കാര്യം. ജോമോനെ വിളിച്ചോണ്ട് വാ ചായ കുടിക്കാൻ. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാന്നേ എന്നെ പറ്റി തലമുടി കടന്നു കഴിഞ്ഞിട്ട് കുളിപ്പിച്ച ശേഷമൊക്കെ പറയാം. ഇച്ചിരി മൂത്രമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ചിന്നക്കുട്ടി ആര്? ഇതാ ഇപ്പൊ ഞങ്ങളുടെ ചിന്നക്കുട്ടി. ഇതാ ചിന്നക്കുട്ടി. അതെ അമ്മയ്ക്ക് എന്നാലും കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ആ അതുകൊണ്ട് പിന്നെ ചിന്നക്കുട്ടി വിളിക്കുന്നുള്ളൂ. അവര് നല്ലതായിട്ടാ ജീവിക്കണം. അതുകൊണ്ടല്ലേ ചിന്നക്കുട്ടി വിളിച്ചേ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സന്തോഷാണ്. പുഞ്ചിരിയോ മുഖത്ത് അത് വിളിച്ചിട്ട്. പലർക്കും ശല്യത്തിനായിട്ട് വന്നാലാ എല്ലാവർക്കും വിഷമം. ആണല്ലേ? ആ ശല്യത്തിന് ആരും വരണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലായാലും അങ്ങനെ, സ്വന്തം വീട്ടിലായാലും. എന്നാ ഇപ്പൊ പരിപാടി? പരിപാടി എന്നാ? എന്താ ഇപ്പൊ ചിന്നക്കുട്ടിയുടെ പരിപാടി എന്നാന്ന്? എന്നാന്ന് പരിപാടി? ആരെ നാട്ടിലെ പരിപാടി നടക്കണം. പിന്നെ എനിക്ക് നടക്കണമെന്നോട് ചോദിച്ചതാ. ചെയ്യേ എന്നാ വാ ചായ ഉണ്ടാക്കിക്കേ. വാ അടുക്കളയിലോട്ട് വാ, ചായ ഉണ്ടാക്കി. അല്ല ചായ 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 കിടത്തില്ലോ. വാ വാ. ചായ വേണോ? ഞങ്ങൾക്ക് വേണം. എലിക്കുട്ടിയമ്മയ്ക്ക് വേണം. എലിക്കുട്ടിയമ്മയ്ക്ക് വേണം. ഞങ്ങൾക്ക് വേണം. അമ്മ വരാനല്ലേ? അമ്മ ഇവിടെ വന്നില്ലേ? ഏതമ്മ? ഇവിടുത്തെ അമ്മ. ഇവിടുത്തെ അമ്മ എലിക്കുട്ടിയമ്മേ ഉള്ളൂ. ആ അമ്മ ഇപ്പോഴും നിപ്പുണ്ട്. മുട്ടായി തിന്നോ? നാരങ്ങ മുട്ടായി. നാരങ്ങ മുട്ടായി. കിടപ്പില്ലല്ലോ. നാരങ്ങ മുട്ടായി ഇതാര് കൊണ്ടുവന്നറിയാമോ? ഇതാരാ മേടിച്ചോണ്ട് വന്നറിയാവോ? അറിയത്തില്ല. അമ്മയുടെ അനിയത്തി പെണ്ണമ്മയില്ലേ, അന്നപ്പം കൊണ്ടുവന്നതാ. നല്ല കാര്യല്ലേ? ആ അമ്മയ്ക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ. അമ്മയ്ക്ക് വായിലിടേ. നമുക്ക് ഓരമായ പ്രാർത്ഥന ഇല്ലായിരുന്നോ? ഭയങ്കര പ്രാർത്ഥന ഇല്ലായിരുന്നോ? ഇതാണ് ഫ്രിഡ്ജിലോട്ട് വെച്ചേ. ഇവിടെ വെച്ച് വിട്ട് പോകണം. എലിക്കുട്ടിയമ്മയുടെ മുട്ടായി എടുത്ത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം. പൊട്ടിച്ചു കഴിഞ്ഞാൽ അലുത്തു പോകും. എന്നാ എലിക്കുട്ടിയമ്മ എന്നാ പരിപാടി? പള്ളിയിൽ പോരുന്നുണ്ടോ? പള്ളിയിൽ പോരുന്നുണ്ടോ? ഇല്ല. എന്നാ ഞാൻ പോകും കേട്ടോ. ഞാൻ പോകുന്നു. നീ പോവാണ്? കുട്ടിയമ്മയുടെ തലമുടി ഒന്ന് ജീവി വെക്കട്ടെ. വിളിച്ചു പറഞ്ഞാൽ തരും. വല്യമ്മയൊന്നുമില്ല. ഇപ്പൊ ഉള്ള വല്യമ്മ എലിക്കുട്ടിയാ. വേറെ വല്യമ്മയൊന്നുമില്ല. വല്യമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ വല്യമ്മയുടെ കാര്യമാണ് ചോദിക്കുന്നത്. ആ അതാ ചോദിക്കുന്നത്. നമ്മുടെ തലമുടി 4 പാടുക. വല്യമ്മയും അമ്മയും വല്യമ്മയൊക്കെ ഏതാ ചോദിച്ചോണ്ട് നടക്കണത്. 4 പാടുമായിട്ട് തലമുടി നിൽക്കുന്നു. അങ്ങോട്ട് ഇരിക്കലാത്ത മുടിയാ കേട്ടാ. പക്ഷെ മൊത്തത്തിൽ നീണ്ടു വരുമ്പോൾ കുഴപ്പമില്ല. നീണ്ടു അതിനും നീണ്ടു കിടന്നോണ്ടിരുന്നപ്പോൾ നമ്മുടെ മുടി നല്ലതായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, നീളം ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പം ആണ് ഇങ്ങനെ ഉണ്ടോ പുറകൊക്കെ ഒരുമാതിരി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇപ്പം എലിക്കുട്ടിയമ്മ ഒരു ഘോരമായ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഏറ്റു വന്ന ഭാഗത്തുള്ള സംഭാഷണങ്ങളൊക്കെയാണ് നിങ്ങൾ കേട്ടത്. എലിക്കുട്ടിയമ്മ കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയായിരുന്നോ? ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങി. അത് കഴിഞ്ഞ് അങ്ങനെ ജോമള് പോയി കിടന്നപ്പോഴത്തേനും എലിക്കുട്ടിയമ്മ ഏറ്റിരിക്കുമായിരുന്നു. ആ പ്രാർത്ഥന തുടങ്ങി. അത് തന്നെ അതാ പറഞ്ഞേ. ആണോ? അതാ ഞാൻ പറഞ്ഞേ ഏറ്റെന്ന് പറഞ്ഞേ. ഞാൻ വരുമ്പോൾ എലിക്കുട്ടിയമ്മ കിടക്കുമായിരുന്നു. എലിക്കുട്ടിയമ്മ പ്രാർത്ഥന തുടങ്ങി. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഏറ്റു വന്ന ഭാഗം. എന്നോട് ചോദിക്കുക. ഞാൻ പിന്നെ ഒച്ചയും കുറച്ചു. എല്ലാരും തന്നെ കിടക്കല്ലേ? എല്ലാവർക്കും കിടക്കാൻ സമയമില്ല. ഇവിടെ പല കൂട്ടം പണികൾ ചെയ്യാനുണ്ട്. എലിക്കുട്ടിയമ്മയ്ക്ക് സമയമുണ്ടെന്നോർത്ത് ഞങ്ങൾക്കൊന്നും സമയമില്ല. ഇവിടെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇവിടുത്തെ വീട്ടിലെ പണികൾ ഒക്കെ ചെയ്തു തീർക്കണ്ടേ? പിന്നെ എന്നിട്ട് വേണ്ടേ കിടക്കാൻ? പിന്നെ
ആ പിന്നെ എന്നോട് കിടക്കാൻ പറഞ്ഞെങ്കിലേ ശരിയാവുന്നേ. ആ ജോമോനോട് പറ കിടക്കാൻ കൂട്ടിന്. എനിക്ക് അത്ര കൂടെ നേരമില്ല. അത്ര നേരം അതും ബിസിയാണ് ഇപ്പൊ. എലിക്കുട്ടിയമ്മ തന്നെ കിടന്നാൽ മതിയല്ലോ. അതും ബിസിയാണ്. എലിക്കുട്ടിയമ്മയ്ക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കിടക്കണം, കൂടെ കിടക്കണം. എലിക്കുട്ടിയമ്മയ്ക്ക് എനിക്കങ്ങനെയൊന്നുമില്ല. ആ എനിക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. ചായ കുടിച്ചാൽ കിടന്നാലോ? ഞാൻ കിടക്കാൻ പോവാ. അല്ല ചായ കുടിച്ചിട്ട് കിടക്കാം. എനിക്ക് രണ്ടാമതേക്ക് വരണ്ടേ ചായ കുടിക്കാൻ? അല്ല പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയോടെ ചെല്ലിക്കും. പ്രാർത്ഥനയും ചായ കുടിയൊക്കെ ഒരുമിച്ച് നടത്താം. ചായ കുടി പ്രാർത്ഥനയൊക്കെ നടത്താമേ. ഞാനങ്ങ് കൊണ്ടുവരാ. ഒരു ട്രിപ്പ് പ്രാർത്ഥന അടുത്ത ട്രിപ്പ് പ്രാർത്ഥന കഴിഞ്ഞില്ലേ പിന്നെ എന്നാ? ഇത് എലിക്കുട്ടിയമ്മയ്ക്ക് തിന്നാൻ. അതിനാ എലിക്കുട്ടിയമ്മ ഒരു ചിരി? അതെന്താ ഒരു ചിരി? തിന്നാനാന്ന് പറഞ്ഞപ്പോ എന്താ ചിരിച്ചേ? ഞാൻ ചുമ്മാ ചോദിച്ചത്. ഞാൻ ചുമ്മാ ചോദിച്ചു. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. വേണ്ടേ? അതിനാ വിശക്കുന്നില്ലേ? എലിക്കുട്ടിയമ്മ വിശക്കുന്നില്ലേ? മുട്ടായി തിന്നുകൊണ്ട് വേറെ കാര്യമാണ്. ഇനി പഴുത്തിന് മധുരയില്ലെന്ന് പറയും കേട്ടോ. ആ അങ്ങനെ ഒരു വിഷയമുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വലിയ ആൾ വരാൻ ഇപ്പം ഇല്ലല്ലോ. ആ ഇപ്പം ഇല്ല. ശരി എന്നാൽ ഇവിടെ ഇരുന്നോ. നേരെ രാത്രി ആയിപ്പോയി. ശരി നേരം എത്രയൊന്നുമല്ല, വൈകുന്നേരം ആയതേ ഉള്ളൂ. ചായ കുടിക്കണ സമയമല്ലേ? ചായ കുടിക്കണ സമയമായുള്ളൂ. ചായ കുടിക്കണ സമയമായുള്ളൂ. ചായയോ? ആ ചായ കുടിക്കുന്ന സമയം കഴിഞ്ഞു. ഇല്ല ഇപ്പൊ ചായ കുടിക്കാൻ പോകും നമ്മള്. ഇതുണ്ടല്ലേ അതൊക്കെ കൊണ്ടാ വെച്ചിരിക്കുന്നില്ലേ? ആ ഇതൊക്കെ ഭയങ്കര ചൂടാ. തണുക്കാൻ കൊണ്ടു വെച്ചതാ. എന്നാ ഫാനടാ. കുടുങ്ങി എടുത്തോളൂ. ആ കുടുങ്ങി എടുത്തേ ഉള്ളൂ. ഫാനടാ. നീ കഴിക്കാറായി വരുമ്പോഴത്തേനും തണുക്കുള്ളൂ. ആ തണുക്കുള്ളൂ. എലിക്കുട്ടിയമ്മ ഇപ്പൊ കുഴപ്പമായല്ലോ. എലിക്കുട്ടിയമ്മയ്ക്ക് മുട്ടായി നാരങ്ങ മുട്ടായി കൊടുത്തോണ്ട് ഇനിയിപ്പോ പഴത്തിന് മധുരയില്ലെന്ന് പറയുമല്ലോ. എലിക്കുട്ടിയമ്മയ്ക്ക് നാരങ്ങ മുട്ടായി തന്നോണ്ടേ ഇപ്പൊ പഴത്തിന് മധുരയില്ലെന്ന് പറയുമല്ലോ. പിള്ളേരൊക്കെ അവിടെ പോയി. ചെക്കന്മാരൊക്കെ ചെറുക്കന്മാരേത്? ഒരു ചെറുക്കനല്ലേ മുമ്പ് ഇരിക്കുന്നേ? അവരിവിടെ ഇല്ലല്ലോ. ആരൊക്കെയാ ചെറുക്കന്മാരെ പേരെന്ന് പറഞ്ഞു? 5-6 പേരുണ്ട്. ആ പേരെന്ന് പറഞ്ഞേ കേക്കട്ടെ. എലിക്കുട്ടിയമ്മയുടെ ഓരോ കാര്യത്തിന് പോയി കഴിയും പുറത്തേക്ക്. ആ ചെറുക്കന്മാരെ പേരെന്ന് പറഞ്ഞു. ചെറുക്കന്മാരെ പേരെന്ന് പറയാ. മഴയല്ലെന്ന് ഇവിടെയുള്ള ചെറുക്കന്മാരെ പേരെന്ന് പറഞ്ഞേ. മഴയില്ല, മഴയില്ല. ആ മഴ രാവിലെ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെയിൽ, നല്ല പ്രകാശം. ആ നല്ല പ്രകാശാ, നല്ല വെയില പുറത്ത്. എലിക്കുട്ടമ്മേ ആ ചെറുക്കന്മാരെ പേരെന്ന് പറഞ്ഞേ. ഇതെടുത്തോണ്ടാ മൂടി വയ്യോ? ആരെങ്കിലും വരുമ്പോ കൊടുക്കണ്ടേ? ഏലിക്കുട്ടിയമ്മ അമ്മേനെ വിളിക്കുന്നുണ്ടെന്ന്. ഏലിക്കുട്ടിയമ്മേ അമ്മേനെ വിളിക്കുന്നുണ്ടെന്ന്. അമ്മയോട് വരാൻ പറയുമോ? ഇത് ചായ എല്ലാവർക്കും. എലിക്കുട്ടിയമ്മയ്ക്ക് ചായ, എലിക്കുട്ടിയമ്മയുടെ മകന് ചായ. ഞങ്ങൾ കുടിച്ചാൽ ആദ്യം എലിക്കുട്ടിയമ്മയ്ക്കല്ലേ തരേണ്ടത്? എനിക്ക് വേണം. ആ അതാ വെച്ചിരിക്കുന്നത്. അതൊക്കെ മതി. ചായക്ക് മധുരം ഇട്ടുണ്ടോ? ആ ഇനി എത്ര മണിക്കൂർ കഴിഞ്ഞാലോ രാത്രിയാവും. ആ അതേ സന്ധ്യാന്നുള്ളൂ. ഇവിടെ ചായ കുടിക്കാൻ പോണല്ലേ ഉള്ളൂ. വൈകുന്നേരം ആയതല്ലേ ഉള്ളൂ. ഈ തലവേദന എടുക്കണേ എലിക്കുട്ടി. അതുകൊണ്ടാണ് ഞാൻ കിടന്നത്. പക്ഷെ കിടന്നിട്ട് എനിക്കിട്ട് ഉറക്കവും വന്നില്ല. ഈ എലിക്കുട്ടി എന്നാലും പ്രാർത്ഥനയില്ലായിരുന്നു. ബാമെടുത്ത് ഞാൻ തൂത്ത്. ബാമിനാണെങ്കിൽ പുകച്ചിലും ഇല്ല. എന്തുമല്ലേ ഒന്നുമല്ല. ചായ ഒന്ന് കുടിച്ച് നോക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ചിലപ്പം ചായ കുടിച്ച ഔഷധമല്ലേ? എലിക്കുട്ടിയമ്മയുടെ ഔഷധമാണല്ലോ. എനിക്ക് ചിലപ്പം ചായ കുടിച്ചാൽ തലവേദന മലപ്പം അങ്ങ് മാറാ, ക്ഷീണം അങ്ങ് മാറും. ചായ കുടിക്കാൻ കൊണ്ട് വെച്ചിരിക്കും. അച്ഛാ ചൂടാ അന്ന് തണുക്കട്ടല്ലേ? വാ പൊള്ളിയല്ലേ? രാവിലെ അല്ലേ? ഇതിപ്പോ വൈകുന്നേരല്ലേ? ഈ നീ എന്നൊക്കെ പറയണത് ഞാൻ ആരാ? ഞാൻ ആരാ അറിയാവോ? എന്നെ അറിയാവോ? എലിക്കുട്ടിയമ്മയ്ക്ക് എന്നാലും അറിയണ്ടേ? പ്രത്യേകിച്ച് ഒരാൾ ഇങ്ങ് വന്ന് നിന്നിച്ച്
എന്നെ അറിയത്തില്ല, ഏതോ വഴിയെ കൂടെ പോകുന്ന ഒരാളിങ്ങ് വന്നു വെച്ചു. ഇപ്പൊ പ്രത്യേകിച്ച് എന്നെ അറിയാനാ നീ ഇവിടെ കടന്നോടി എന്ന് പറഞ്ഞാൽ ശരിയാവോ? എന്താ എലിക്കുട്ടിയമ്മ? ഓരോ പ്രായത്തിനനുസരിച്ചുള്ള അറിവ് വരും, എന്തെങ്കിലും മനസ്സിലാവും. ഇപ്പൊ എന്നെ അറിയത്തില്ലല്ലേ? ഏ? എന്നെ അറിയത്തില്ല ആർക്ക്? എലിക്കുട്ടിയമ്മയ്ക്ക്. ഞാനും പറഞ്ഞു അറിയത്തില്ല. എന്നാ ഒന്ന് പറഞ്ഞേ ആരാന്ന് കേക്കട്ടെ, എല്ലാവരും ഒന്ന് കേക്കട്ടെ. ഏ? എല്ലാവരും ഒന്ന് കേക്കട്ടെ, ഒന്ന് പറഞ്ഞേ. അത് എന്നെ മാത്രം കേൾക്കാനുള്ളത്. പറയാനുള്ളത് എന്റെ പേരെന്താ? എന്നോട് ചോദിച്ചിട്ട് എന്റെ പേര് പറയാനിരിക്കുവല്ലേ? കൊള്ളാമല്ലോ. പേരെന്താ? എന്നാ വിളിക്കണം? എനിക്കറിയത്തില്ല. പേര് വിളിക്കണം അറിയത്തില്ല. പേരിട്ടിട്ടില്ല. പേരില്ല. പേരാണോ? എലിക്കുട്ടിയമ്മ ഒരു പേരങ്ങ് കിട്ടും. പിന്നെ എങ്ങനെയാ വിളിക്കണം? എടീന്നൊക്കെയാ വിളിക്കുന്നത് ഇവിടെ. എന്നാലും മനസ്സിലാക്കണം. എടി എടീന്ന് വിളിക്കും. അപ്പൊ ഞാനേന്ന് വിളി കേൾക്കും. അതാണ് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അത് എനിക്കൊന്നും അറിയത്തില്ല. 2 പേര് 3 പേരൊക്കെ ആയിരിക്കും ചിലപ്പോ അവര് വീട്ടില്. അതാണ് അല്ലെങ്കിൽ വേറെ ആൾക്കാർ വരും. എന്നാലും നമ്മള് വിളിക്കുമ്പോ മനസ്സിലാക്കാൻ പറ്റുമോ? അതാണേ എടി എടീന്ന് വിളിക്കരുത് ഞാൻ പറയണ, പേര് വിളിക്കാൻ. എന്നാലും അവരെന്തെങ്കിലും ചെയ്യാൻ പറയണതാ, ചെയ്യാനായിട്ട് പറയാൻ വന്നാ വിളിച്ചതാ. അപ്പൊ അത് നമ്മൾ ചെയ്തോ ചെയ്യാൻ പറ്റുമോ? പേര് വിളിച്ച് പറയണ്ടല്ലേ? പേര് വിളിച്ച് പറയണ്ടല്ലേ? പേരില്ല. ഇപ്പൊ എലിക്കുട്ടിയമ്മയ്ക്ക് എന്റെ പേര് അറിയത്തില്ല. എന്റെ പേര് അറിയത്തില്ല. നിന്റെ പേരെന്നാ? എന്നാ അമ്മയുടെ മകന്റെ പേരെന്നാ? അവന്റെ പേരെന്നായിരുന്നു പ്രായമാവുന്ന അനുസരിച്ച്. ആണോ? പ്രായം അങ്ങനെയല്ലേ എല്ലാം. എലിക്കുട്ടിയമ്മയുടെ പേര് എലിക്കുട്ടി എന്നല്ലേ? എലിക്കുട്ടിയുടെ പേരെന്നാ? എന്റെ പേര് എലിക്കുട്ടി. അതുപോലെ എനിക്കൊരു പേരില്ലേ? ആ പേരിങ്ങോട്ട് പറ. എന്റെ പേര് പറയാൻ എന്റെ പേര് എലിക്കുട്ടിയമ്മയ്ക്ക് അറിയാൻ. പറ എന്നാന്ന് പറ. അറിയാൻ മേലെ പിന്നെ പറയണേ. അയ്യോ, മറന്നുപോയി അല്ലേ? മറന്നുപോയി. അറിയാൻ പറഞ്ഞിട്ടില്ല, മറന്നുപോയി. മറന്നുപോയോ? പറഞ്ഞു വരുമ്പോ വന്നോളൂ. പലരെ പറയുമ്പോ എങ്ങനെയാ മറക്കണത്? അതല്ലേ ചോദിക്കുന്നത്. ആരും എന്റെ പേര് വിളിക്കുന്നില്ലമ്മേ. എലിക്കുട്ടിയമ്മ മറന്നുപോയെന്നേ. എന്റെ പേര് ഇവിടെ ആരും വിളിക്കുന്നില്ല. മകൻ മമ്മീന്ന് വിളിക്കും, കെട്ടിയോൻ എടീന്ന് വിളിക്കും. അമ്മേനെ കണ്ടില്ലെന്ന് പറഞ്ഞില്ല, തപ്പി നടക്കണ. എന്നാ ചായ വന്നിരുന്ന് കുടിക്ക്, ഇനി പറയാം. ചായ കുടി. ഞാൻ കുടിക്കും. അതെ കുടിക്കുക. തുടങ്ങി കുടിക്കാൻ. ചായ കുടിക്കേ. ഇവിടുത്തെ അമ്മയുണ്ട്. ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ചായ കുടിക്കാൻ പോവാ. ചായ കുടിക്കാൻ പോവുക അമ്മ. ഇതേ നോക്ക്, വെട്ടം ഉണ്ടോന്ന് നോക്കിയാ. മുറ്റത്തോട്ട് നോക്കിക്കേ, വെട്ടം. പകല് സൂര്യന്റെ വെട്ടം ഉണ്ടോന്ന് നോക്കേ എലിക്കുട്ടിയമ്മേ. അയ്യോ, ചായ ഇച്ചിരി ഉള്ളെന്നോ? അരക്കപ്പ് ചായയോ? ഇന്നലെ പറഞ്ഞ് ചായ കൂടുതലാണ്, ഇന്ന് പറഞ്ഞ് ചായ കുറവാണ്. ഇങ്ങനെയൊക്കെ തുടങ്ങിയാ എന്ത് ചെയ്യും? ഇങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും? ചായ കുറവാന്ന് പറഞ്ഞ് ഏലിക്കുട്ടിയമ്മ. ഏലിക്കുട്ടിയമ്മയ്ക്ക് ചായ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. വാ വാ, ഇങ്ങോട്ട് വാന്നേ. ഇവിടെ ആരും വരണ്ട. ജോമോനെ വിളിച്ചോണ്ട് വാ ചായ കുടിക്കാൻ. ജോമോനെ വിളിച്ചോണ്ട് വാ ചായ കുടിക്കാൻ. ഇല്ല, പറയണം. ഒരു 10 പ്രാവശ്യം പറഞ്ഞാലേ വരുള്ളൂ. ഒന്ന് വിളിച്ചോണ്ട് വാ പോയി. അവിടെയുണ്ട്, ആ മുറിയിൽ പോയി വിളിച്ചോണ്ട് വാ. ആ മുറിയിലുണ്ടെന്ന്. അവിടെയല്ല, ദാ മുറിയിൽ. ദാ മുറിയിൽ. ജോമോനാണോന്ന് നോക്കിയിട്ട് വിളിച്ചാൽ മതി കേട്ടോ.
ഇരിക്കുന്നത് കിടക്കാൻ കിടക്കാനായിട്ടാണോ? കിടക്കാനായി വരുക. അതിനാണോ വിളിക്കുന്നത്? അതിനാണോ വിളിക്കുന്നത്? ഉം. ആ ചായ കുടിക്കാനല്ലേ? ഉം. ചായ കുടിക്കാനല്ലേ? എല്ലാം കഴിക്കാനും ഒക്കെ ഉണ്ടല്ലേ. ആ എന്നാ നമുക്ക് ചായ കുടിക്കാം ബാ. എല്ലാം കഴിക്കണ്ടേ, പിന്നെ കഴിക്കണം. അല്ലാതെ ഇങ്ങനെ കിടക്കണം. ആ അത് ശരിയാ. എന്നാ ബാ നമുക്ക് ചായ കുടിക്കാൻ പോവാം ബാ. എലിക്കുട്ടിയമ്മ ചായ കുടിച്ചോ? എലിക്കുട്ടിയമ്മ ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ഞാൻ കുടിച്ചോ? ഏ? ഞാൻ കുടിച്ചു. എപ്പം? ചായ കുറവാന്നാ പറഞ്ഞ കപ്പി നോക്കിയിട്ട്. ആണോ? ആ ഇന്നലെ കൂടുതലാന്ന് പറഞ്ഞ്. ആ അതെ. ചായ കുടിച്ചില്ലല്ലോ. എലിക്കുട്ടിയമ്മ ചായ കുടിച്ചില്ലല്ലോ. പിന്നെ എവിടെ? ഒരുപാട് ചായ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ആ വാ ചായ കുടിച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് പോവാ. പഴം പുഴുങ്ങി തിന്ന്. എനിക്ക് കിടക്കാൻ വാ പോവാം. വാ എത്തപ്പഴം. ചായ ഇരിപ്പുണ്ട് കുടിച്ചില്ലല്ലോ. എലിക്കുട്ടിയമ്മ ചായ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ചായ കുടി. നീ കിടന്നേക്കാം. നല്ല മധുരമുള്ള പഴം. കിടക്കാൻ നടക്കുന്ന സമയമുണ്ട്. ചായ ഇച്ചിരി കുടിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെ പഴത്തിന് മധുരയില്ലെന്ന് പറയും. അമ്മ ചായ ഇച്ചിരി കുടിക്കും. ചായ ഇച്ചിരി കുടിക്കും. പപ്പ ഇവിടെ ഇങ്ങോട്ട് വന്നില്ലേ? ഏത് പപ്പായാന്നേ? ഏത് പപ്പായ? ഏത് പപ്പായ പറ. ഞങ്ങളുടെ കാലത്ത് അവതക്കൊച്ചാ? എനിക്കറിയത്തില്ല. അവതക്കൊച്ചിനൊക്കെ എത്ര നാള് കൂടിയാ തിരക്കാമത്. അന്നെങ്കിൽ ഇവിടെ വന്ന് വർത്താനൊക്കെ പറയണേ. അവതക്കൊച്ച് അത്ര വർത്താനൊന്നും പറയത്തില്ല. ഇന്ന് എന്നാ പറ്റിയെന്ന് അറിയിച്ചിട്ട് ആണോ? വേറെ വല്ലയിടത്ത് പോയാൽ അവിടെ ഇരിക്കേ. ഇവിടെ ഇരി. ഇവിടെ ഇരുന്നിട്ട് തരാം. ചൂടാ. ആ ഇവിടെ ഇരി. ഇതെടുത്തോ. റസ്കല്ല പഴമാണ്. പഴവാ. പഴം മുക്കേണ്ട കാര്യമില്ല ചായയില്. എന്നാലും സമ്മതിച്ചരിയല്ല. നാടൻ പഴമല്ല, ഭയങ്കര മധുര. അല്ല മുട്ടായി എന്നപ്പോൾ മധുരം കുറയണ്ട. കുറഞ്ഞായിരിക്കും, എന്നാലും മധുരം കാണുമായിരിക്കും. മധുരം ഉണ്ടോ പഴത്തിന്? പഴത്തിന് മധുരം ഉണ്ടോ? പഴത്തിന് മധുരം ഉണ്ടോന്ന്? പിന്നെ ആ പിള്ളേരാരുമില്ല. പിള്ളേരില്ല, രണ്ടും പഠിക്കാൻ പോയി. ഏതൊക്കെയാ ഇവിടുത്തെ പിള്ളേര്? ഇവിടുത്തെ പിള്ളേർ ഏതൊക്കെയാ? പേര് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഇല്ലേ? എന്നാലും ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഞാനിങ്ങനെ അറിയണം. ഇവിടെ രണ്ട് പിള്ളേരുണ്ടായിരുന്നല്ലോ. എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ. കുരിശുവര സമയത്താ ഓർക്കുന്നത് കൂടുതലും. അതിനാ ഇവിടെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു, ഒരാണും പെണ്ണും. പെണ്ണ് നേഴ്സിങ്ങിന് പോയി. അവർ രണ്ടുപേരും പഠിക്കാൻ പോയി. അതിന്റെ പേരെന്നായിരിക്കും? പെൺകൊച്ചിന്റെ പേരെന്നാ? ആ പെൺകൊച്ചിന്റെ പേരെന്നാ? ഇവിടുത്തെ പെൺകൊച്ചിന്റെ ഇവിടുത്തെ പെൺകൊച്ചിന്റെ പേര്? ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോയണ പെൺകൊച്ചിന്റെ പേര്. എനിക്ക് അറിയത്തില്ല. എൽസി എന്നാണോ? എൽസി എന്നാണോ? എൽസി അമ്മയുടെ മകളല്ലേ? എൽസി എലിക്കുട്ടിയമ്മയുടെ മകളാ. എൽസി എന്നുള്ള എൻ്റെ ഞങ്ങളുടെ വീട്ടിലെ അവിടെയാ. ഞങ്ങളുടെ വീട്ടിലെ അവിടെയാ? അവിടെയാ അവളെയാ എൽസി. ആ എൽസിന്ന് വിളിക്കുന്നത്. എലിക്കുട്ടിയമ്മയുടെ മകളാണോ? ആ അപ്പൊ ഇവിടെയുള്ള കൊച്ചിന്റെ പേരെന്നായിരിക്കും? കാരണന്മാരാരും ഇല്ല ഇവിടെ. പിന്നെ ഉണ്ടല്ലോ, ഇതാരും കിടക്കാൻ വേണ്ടിയില്ല. ഇവിടെ ഇരുന്ന് പഴം തിന്നോണ്ടിരിക്കുവോ? പിന്നെ അത് കഴിഞ്ഞിട്ടേ കിടക്കുള്ളൂ. കേട്ടോ? പഴമൊക്കെ തിന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം കിടക്കും എന്നതാ. പുറത്തോട്ടുള്ള എല്ലാം ഇന്ന് അവരെണ്ണം കൂടെ തിന്നോ? മതി. ഇല്ല ഇതും കൂടെ തിന്നോ? മതി. പക്ഷെ ഇതും കൂടെ തിന്നോ? ഇതിലേക്ക് ഇതും കൂടെ തിന്നോ? നല്ല മധുരമുള്ള ഇതും കൂടെ തിന്നത്തില്ല. ഓ അതൊക്കെ തിന്നാന്നേ. ഒരു പഴം തിന്നാനാണ്, 2 മുറിയല്ലേ. തല കെട്ടില്ലേ? തോർത്ത് തല കെട്ടിയില്ലേ? പുളി കഴിഞ്ഞ് ഇച്ചിരി നേരം കെട്ടി. ചാത്തനുണ്ട്. ഇവിടുത്തെ ചാത്തൻ ഏതാ പേര് പറ? ജോമോൻ ചാച്ചനാണോ? എനിക്ക് പേരറിയത്തില്ല. അതാണ് ഞാൻ ചോദിച്ചത്, ജോമോൻ ചാച്ചനാണോന്ന്. ജോമോൻ ചാച്ചനാണോ? അവതച്ചാച്ചനാണോ? അവതച്ചാച്ചനാണോ? പിന്നെ ഞാനെങ്ങനെയാ പറയണത്? നിനക്കറിയത്തില്ല കാരണവന്മാരെ? എനിക്കൊന്നും അറിയത്തില്ല പേര്. ഏലിക്കുട്ടിന്നറിയാം. അത് വേണ്ടെന്ന് വെച്ചിട്ടാ പേരോ? എനിക്ക് ഏലിക്കുട്ടി അമ്മേനെ മാത്രമേ ഈ വീട്ടിൽ വന്നിട്ട് കാരണന്മാരായിട്ട് അറിയാവുന്നുള്ളൂ. മറ്റുള്ളവരായിട്ട് ഇടപോക്കില്ല. അതാ മറ്റവരോടുമായിട്ട് ഞാൻ ഇടപോക്കിയില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇടപോക്കാനുള്ള അവസരം കിട്ടിയില്ല. പിന്നെ ഈ നാട്ടുകാരി ആയതുകൊണ്ട് അറിയാമായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ചില്ല, കഴിച്ചേ കിടന്നു. കിടക്കാനൊന്നും സമയമില്ല. കിടക്കാനൊന്നും സമയമില്ല. കിടന്ന പരിപാടിയൊന്നും നടക്കില്ല. കിടക്കാൻ സമയമില്ലേ?
ആര് പറഞ്ഞു? കിടക്കണ വൈകിട്ടേ കിടക്കാൻ പറ്റുള്ളൂ, ഇപ്പോഴൊന്നും കിടക്കാൻ പറ്റിയില്ല. വെളുപ്പിനെ കിടക്കുന്നത്. ഏ? വെളുപ്പിനെ ഒരു മയക്കം. അതുകൊണ്ട് കാര്യമായില്ല. ആ പറഞ്ഞു കൊടുക്കാം അങ്ങോട്ട്. കുട്ടിയമ്മയുടെ ഒക്കെ പ്രായമാകുമ്പോൾ കിടക്കാം, അതേ നടക്കുള്ളൂ. ഏ? ആർക്കറിയാം അതുവരെ ഇരിക്കും, ആരൊക്കെ ജീവിക്കും എന്നൊക്കെ. എലിക്കുട്ടിയമ്മയുടെ പ്രായമാകുമ്പോൾ കിടക്കാം, അതേ നടക്കുള്ളൂ. അല്ലേ എലിക്കുട്ടിയമ്മേ? ഇതൊക്കെ തീർക്കാം അന്നേരം അല്ലേ പുറകെ. എലിക്കുട്ടിയമ്മേ? ഇനിയൊന്നും ആരും അത്രയൊന്നും പോയില്ല. ആരാ? ഇനിയുള്ള ആൾക്കാരൊന്നുമേ ഉം. അങ്ങനെ പോയില്ലെന്ന്. ആ അതില്ല. ആ കണ്ട എലിക്കുട്ടിയമ്മ തന്നെ പറഞ്ഞില്ലെന്ന്. അതൊക്കെ ഒരു 10 60 ഒന്നും പറയാൻ പറ്റില്ല. എന്നാ ഇന്ന് പൂർത്തീകരിക്കുമെന്ന് പോലും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എലിക്കുട്ടിയമ്മേ. എല്ലാവരെയും കാര്യം അങ്ങനെയല്ലേ. ആ തൊലിയുടെ വെച്ചാൽ നമുക്ക് പശുവിന് കൊടുക്കാം. നമുക്കൊരു പശു ഇല്ല, ഒരു കുഞ്ഞു പശു. പിന്നെ അതിന് കൊടുക്കണം. ഇത് രാവിലത്തെ ആ മഴക്കാറും ഒക്കെ എവിടെ പോയി മൂടലൊക്കെ. മഴക്കാരൊക്കെ പോയി. കഴിഞ്ഞപ്പോ നല്ല വെയിലും. മഴക്കാരൊക്കെ പോയി. എവിടെ പോയായിരിക്കും? എലിക്കുട്ടിയമ്മ ആകാശം മുഴുവൻ മഴക്കാറാന്ന് പറഞ്ഞല്ലോ, മഴക്കാറുണ്ട്. ഇരുട്ടാവുന്ന. ആ ഇന്ന് മഴയില്ലെന്ന്. ഒരെണ്ണം കൂടെ വേണ്ട. എന്നാ ചായയും കൂടെ കുടിച്ചേ. അന്ന് ഇളക്കി കൊടുക്കും. ആ അവസാനം വിളക്കാം. അല്ലെ അന്നേരം തെറിക്കും തെറിക്കും. മട്ടാന്ന് പറയും. ഇത്രയും ചായ വേണ്ടായി. ആണോ? നേരത്തെ പറഞ്ഞില്ലായിരുന്നല്ലേ എന്നോട് പറഞ്ഞേ ചായ കുറവാന്ന്. ആ വണ്ടി പോകും. സ്കൂൾ വണ്ടിയാന്നേ. ഏ? സ്കൂൾ വണ്ടി. എന്താ? പള്ളിക്കൂടം വിട്ടില്ലേ, സ്കൂൾ വണ്ടിയിലാണ് പോണാ. എന്തെങ്കിലും പോകുന്നുണ്ടോ? എന്നതെങ്കിലും പോകണ്ടേന്ന്. അയച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. ആ മനുഷ്യരാ, പിള്ളേരാ. സ്കൂളിൽ പോണ പിള്ളേരല്ലേ. പിള്ളേരെ എത്തിക്കൊണ്ട് പോവാം. വീട്ടുവഴി കൊണ്ടേ ആക്കണ്ടേ. വീട്ടിൽ നിന്ന് കയറ്റും, സ്കൂളിൽ കൊണ്ടേ ആക്കും. സ്കൂളിൽ നിന്ന് കയറ്റും, വീട്ടിൽ കൊണ്ടേ ആക്കും. പിന്നെ എന്നാ വേണ്ടേ? പിന്നെ എന്നാ വേണ്ടേന്ന്. എന്നിട്ടും പോകാനും പഠിക്കാനും മടിയാ ഇപ്പോഴത്തെ പിള്ളേർക്ക്. അന്നമാര് കൂടൊക്കെ എല്ലാ വേഗം കുടി, വേഗം കുടി, വേഗം കുടി. അതുകൊണ്ട് അവർക്കത് പറ്റിയ. ശീലായി പോയി അല്ലേ? പിന്നെ അവര് കൂടാതെ പറ്റുമില്ല. ഞാനില്ല, കഞ്ഞി കുടിക്കാനുള്ള കുടിച്ചു ഞാനില്ല. കിടപ്പോ. എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്, അത് ഇത് തീർക്കണം. എന്നിട്ട് പള്ളിയിൽ പോണം. ഇപ്പൊ രാത്രി ഇനി കിടക്കാൻ പോകും. എനിക്ക് പള്ളിയിൽ പോണം, പണി തീർത്തിട്ട്. അതിപ്പോ നേരം പത്തിട്ടല്ല. നേരം വെളുത്തിട്ടല്ലേ, ഇത് വൈകുന്നേരാ പള്ളിയില്. കുരിശിന്റെ വഴിയുണ്ട്, കുർബാനയുണ്ട്, നൊവേനയുണ്ട്, കഞ്ഞിയുണ്ട്. എലിക്കുട്ടിയമ്മ പോരുന്നുണ്ടോ? അത് പള്ളിയിൽ ഉച്ച വേണ്ടേ? ഉച്ച കഴിഞ്ഞാന്നേ വൈകുന്നേരം 6:30 കുർബാനയുണ്ട്, കുരിശിന്റെ വഴിയുണ്ട്. പോണം. ആരും തിന്നാത്ത. ഇത് അതിന് തിന്നാനുള്ളത് അമ്മയുടെ മകൻ ജോമോന്. കൊടുക്കും. അത് ഞാൻ കൊടുത്തു, അവിടെ വെച്ചിരിക്കുന്നതല്ല. അതിന് തിന്നാൻ പറ, അമ്മ പറ അതിനോട് തിന്നാൻ. ഇത് കണ്ടേ, ഞാൻ കൊടുത്തിട്ടില്ലെന്ന് പറയാനാണോ? ഞാൻ കൊടുക്കാഞ്ഞിട്ടാന്ന് പറയാനാണോ? ഇവർക്കൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരൊക്കെ എടുത്തു തിന്നാൻ പ്രായമായവരാ. എലിക്കുട്ടിയമ്മയ്ക്ക് തന്നാ മതി. എടുക്കാമെന്നുള്ള അറിയത്തില്ല. പിന്നെ ഇവിടെ പറഞ്ഞതാ. ആണോ? ആ ഇനി അമ്മ വേണമെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം അങ്ങോട്ട്. എടുത്തു കഴിച്ചോളെ, നിനക്ക് കൊണ്ട വെച്ചിരിക്കുന്നതാണ്. പറ. അത് വന്നില്ലല്ലോ. എവിടെ വന്നില്ലല്ലോ. ഒന്ന് പറഞ്ഞേ അങ്ങോട്ട്. ഇവിടെ ഉണ്ടോ? ഇനി മുമ്പിൽ നിൽക്കുന്നത് ആരാ? എവിടെ? ഈ നിൽക്കുന്നത്. ആ അതിനൊന്നും അറിയത്തില്ലല്ലേ? ഇപ്പൊ പറഞ്ഞു കേട്ടില്ല. ആഹാ. പിന്നെ ആഹാ. പിന്നെ മാമ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? എനിക്കിട്ട് പണി തരുവാ. എനിക്കിട്ട് പണി തരുവാ. നീ ഇപ്പൊ ഒരു കിടപ്പ് കിടന്നാ ഒരുറക്കം. അന്ന് നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കും, ഞാൻ പോട്ടെ. ഞാൻ പോയേക്കുവാ. പോവാ. പോയേക്കാം. എന്നാത്തിന് പോവാ? എന്തിനെങ്കിലും പോയേക്കാം. ചായ കുടിച്ചേക്കാം അല്ലേ? ചായ കുടിച്ചേക്കാം. ചായ കുടിച്ചേക്കാം. കുടിക്കാനോ? ആ എലിക്കുട്ടിയമ്മ കുടിച്ചില്ലേ? എനിക്കറിയത്തില്ല. ആ എന്നാ ഞാൻ കുടിച്ചേക്കാൻ പോവാ. പിള്ളേർ വണ്ടിയാ, പിള്ളേർ വണ്ടി. ഇതുപോലെയുള്ള വാഴക്കൊലകളൊക്കെ വാഴക്കൊലയായിട്ടാണോ പോണേ? അത് ചന്തയ്ക്ക്. ഇപ്പൊ ചന്തയ്ക്ക് വാഴക്കൊലയൊന്നും കൊണ്ടുപോകാനില്ല കേട്ടോ. ഇതിനകത്ത് ചായ ഒത്തിരി നോമാന് വേണ്ട. ചിലർക്ക് ചായ അടക്കം വൈകിട്ടും വേണ്ടായിരുന്നു. വേണ്ടായിരിക്കും. ഭക്ഷണമൊന്നും താല്പര്യമില്ലായിരിക്കും. ഈ കപ്പിനകത്തിരിക്കും. അങ്ങ് പറഞ്ഞു കൊടുക്കും. ഞാനെവിടെയാണ് കിടക്കണം? അമ്മ എവിടെ വേണേലും കിടന്നോ. എന്നോട് പറഞ്ഞാണേ, എനിക്ക് വരുന്നതിന് ഇപ്പൊ ഇച്ചിരി മുന്നേ എന്നോട് പറഞ്ഞാ ഞാൻ ആ മുറിയിലല്ലേ കിടക്കുന്നേന്ന്. ഞാൻ പറഞ്ഞു അത് എവിടെ പോയി കിടന്നോ? അമ്മ അവിടെയാ കിടന്നിരുന്നേന്ന്. അപ്പൊ ഞാൻ പോയി കിടന്നോളാൻ പറഞ്ഞു. ഇപ്പൊ എന്നോട് പിന്നെ ചോദിക്കും, ഇതെല്ലാം ആൾക്കറിയാം. ചോദിച്ചിട്ടൊക്കെ
എന്നൊക്കെ മിണ്ടി പറഞ്ഞു നോക്കി അങ്ങ് പോകാം. പിന്നെ അതല്ലേ സന്തോഷം. വിചാരിച്ചിട്ട് പറയുന്നു. പിന്നെ അതൊക്കെയല്ലേ സന്തോഷം അല്ലേ? പിള്ളേരാരും ഇല്ലാത്തോണ്ട് പിന്നെ അടിക്കും കേട്ടോ. പിള്ളേരില്ലല്ലോ. ഏത് പിള്ളേര്? ഉണ്ടോ കിടക്കാൻ? പിള്ളേരോ? കിടക്കാൻ ഇവരുടെ അവിടെ കൂടെ ആരുടെ കൂടെ? വീരായ കൂടെ. ആ, വിപിന വന്നു. വിപിന വന്നു. വിപിനയുടെ കൂടെ കിടക്കാൻ പിള്ളേർ അവിടെ ഉണ്ട്, ഹോസ്റ്റലിലുണ്ട്. ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. ഇവിടെ ഇല്ല, ഹോസ്റ്റലിലുണ്ട്. ഞാൻ കിടക്കാൻ പോകട്ടാ. ആയിക്കോട്ടെ. കിടന്നുറങ്ങിയില്ലേ പിന്നെ ഒരുപാട് കണ്ടുറങ്ങാം. അപ്പം ഞാൻ കുറുപ്പന്തറക്കൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും എലിക്കുട്ടിയമ്മ കിടന്നിട്ട് പ്രാർത്ഥനയിലാണ് കേട്ടോ. എലിക്കുട്ടിയമ്മ പിന്നെയും പ്രാർത്ഥന യജ്ഞത്തിലോട്ട് പോയി. കണ്ണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും അപ്പോൾ ഇന്ന് മിക്കവാറും വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് കൂടാൻ സാധ്യതയില്ല. അവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്ക നിലവിളിക്കുന്നു. കണ്ണുചിന്തയും താഴ്വരിയിൽ നിന്നും വെങ്ങിക്കരിഞ്ഞ് ഞങ്ങൾ അങ്ങേപ്പക്ക നെടുവർപ്പെടുന്നു. ആയാൽ അങ്ങനെ അത്താഴം കഴിക്കാൻ വിളിച്ചതാ ഇപ്പം. അപ്പൊ ഏലിക്കുട്ടിയമ്മ പറഞ്ഞു എനിക്ക് കഞ്ഞി വേണ്ട, അതെന്നെ കഞ്ഞി വേണ്ടാത്തത്, എനിക്ക് വേണ്ട. ഇനി ഇപ്പൊ നിങ്ങൾക്കൊക്കെ നിർബന്ധം ഉണ്ടെങ്കിൽ എടുത്തോളാം. നിനക്ക് വേണ്ടേ? ഞാൻ പള്ളിന്ന് കുടിച്ചു. ഞാൻ പള്ളിന്ന് കഞ്ഞി കുടിച്ചു. പള്ളിന്നാണോ? ആ, അമ്മയ്ക്ക് എടുത്തു തരാൻ വരാനാ പറഞ്ഞത്. ആ, അമ്മയ്ക്ക് കഞ്ഞി എടുത്തു തരാന്ന്. കഞ്ഞി എടുത്തു തരാന്ന്. എന്റെ ഒച്ച കൂടുതലാ. പറഞ്ഞ് എന്റെ ഒച്ച കൂടുതലായി. ഒന്നാതെ ഒച്ചയുണ്ട്, ഇപ്പൊ ഒച്ച കൂടുതലായെന്ന് എനിക്ക് തോന്നുന്നേ. അമ്മയ്ക്ക് കഞ്ഞി എടുക്കട്ടെ? എനിക്ക് വേണമെന്നില്ല. പിന്നെ ആർക്കാ വേണ്ടത്? ആർക്കാ പിന്നെ വേണ്ടത്? എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഓരോക്കെ മഴ. ഇപ്പൊ അമ്മയ്ക്ക് എടുക്കണ്ടേ? എനിക്ക് ഇപ്പൊ ഒന്നും വേണം. ഇപ്പഴാ പിന്നെ 12 മണിക്കാണോ കുടിക്കാൻ പോണത്? സമയം കഞ്ഞി കുടിക്കുന്ന സമയാ ഇപ്പം. കഞ്ഞി കുടിക്കുന്ന സമയമാണ് ഇപ്പോൾ. കഞ്ഞി കുടിക്കണം. ആ, അതിലെന്നാ അപ്പൊ എടുക്കട്ടെ? എടുക്കണോട്ടെ, ഇച്ചിരി വല്ല എടുത്തു. ഇത് നേരത്തെ അങ്ങ് പറഞ്ഞാ പോരെ. എന്നെ കൊണ്ട് ഇത്ര പറയിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് നിങ്ങൾ നിർബന്ധിച്ചെന്താ? നിർബന്ധിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കേട്ടോ കേട്ടോ, എന്റെ ഏലിക്കുട്ടിയമ്മയുടെ ഒരു കാര്യം. ഏലിക്കുട്ടിയമ്മയെ നിർബന്ധിച്ചാൽ ഇറങ്ങുള്ളൂ അറിയത്തില്ലേ? വാ, ഏറ്റു വാ. ശല്യം ചെയ്യണല്ലോ. ആ, അതന്നെ, ആരും ശല്യം ചെയ്യുന്നില്ല. എനിക്ക് ശല്യം ചെയ്യണല്ലോ. എനിക്ക് ശല്യം ചെയ്യണ്ടേ? കഞ്ഞി കുടിപ്പിക്കണം. എല്ലാത്തിനും ഏലിക്കുട്ടിയമ്മേനെ എന്നാ കുടിപ്പിക്കാൻ? കഞ്ഞി കുടിപ്പിക്കാൻ അതിപ്പോ നിർബന്ധിക്കാൻ നിർബന്ധിക്കണ്ടേ? അപ്പം പിന്നെ കഞ്ഞി കുടിക്കാതെ അവിടെ തളർന്ന് കിടക്കുകയല്ലേ? അതിനൊരു സമയമുണ്ട്. ആ സമയത്താ വിളിച്ചത്. വാ, എലിക്കുട്ടിയമ്മ പ്രാർത്ഥന കഴിഞ്ഞൊന്ന് മയങ്ങുമായിരുന്നു. മയങ്ങുന്ന ഇടയ്ക്കാണ് ജോമോള് വന്നത്. ഏട്ടാ ചെരുപ്പെട്ടോ? അതിന് പുറത്ത് പോകണില്ല, ഇവിടെ പെരക്കകത്ത് കൂടിയല്ലേ ഇടുന്നത്? പെരക്കകത്ത് കൂടിയല്ലേ ഇടുന്നത്, പുറത്ത് പോകുന്നില്ലല്ലോ. ഇതിലേ അല്ലേ നമ്മൾ നടക്കുന്നുള്ളൂ. അതിൽ ചെരുപ്പിടുന്നതിന് എന്നാ കുഴപ്പം? അതിനല്ലോ ചെരുപ്പല്ലേ അത്. അകത്തു കൂടെ നടക്കാനുള്ള ചെരുപ്പാ. വാ, എഴുതി വാ. കഞ്ഞി എടുക്കുന്നു. വാ, അത്താഴം എടുക്കുന്നു. വാ, അത്താഴം അവിടെ എടുക്കുന്നു. അത്താഴം എടുക്കുന്നെന്ന് വരാൻ. ആ, വാ, ഏറ്റ് വാ. അമ്മ എനിക്കല്ല, എലിക്കുട്ടി അമ്മയ്ക്കാണ് എടുക്കുന്നത്. അയ്യോ, വേണം വേണമെന്നേ, അവിടെ എടുക്കുക. ആണ്ടാ, അമ്മ അവിടെ വിളിക്കുന്നു. അവിടെ വിളിക്കുന്നുണ്ട്. ആണ്ട കിടക്കണം. എലിക്കുട്ടി അമ്മയല്ലേ എടുക്കാൻ പറഞ്ഞത്? എലിക്കുട്ടി അമ്മയല്ലേ ഇപ്പൊ ഇച്ചിരി എടുക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു. ആര് പറഞ്ഞു? എലിക്കുട്ടിയമ്മ പറഞ്ഞുകൊണ്ടാണ് ജോമോള് പോയി എടുക്കുന്നത്. പിന്നെ അതേന്നേ, ഞാൻ ആരോടും പറയണില്ല എടുക്കാൻ. കഞ്ഞി എടുക്കാനും പറയണില്ല, തരാനും പറയണേ. പിന്നെ എങ്ങനെ വിളിക്കുന്നേ? എനിക്ക് അത്യാവശ്യമുള്ള വല്ല വെള്ളം കഞ്ഞാളോ ഇച്ചിരി കഞ്ഞോളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇച്ചിരി കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ടോ? ആ, ബാ, വന്ന് കുടിച്ചു. ബാ, കുടിക്കാനാ? എന്നെ എടുത്തു വെച്ച കഞ്ഞിവെള്ളം എന്തിനാ എടുത്തു വെച്ച? എലിക്കുട്ടിയമ്മയ്ക്ക് കുടിക്കാൻ. എന്നാ കാഴ്ച? കഞ്ഞിവെള്ളം കുടിക്കാനാ? ചൂടൊക്കെ അല്ലേ? ഇച്ചിരി കഞ്ഞിവെള്ളമൊക്കെ കുടിക്കണ്ടേ? ഭയങ്കര ചൂടൊക്കെ അല്ലേ? വിശപ്പും ദാഹവും ഒക്കെ അല്ലേ? ദാഹവും ഭയങ്കര അല്ലേ? ഇച്ചിരി കഞ്ഞിവെള്ളം കുടിക്കാനായിട്ടാ. ഭയങ്കര ചൂടൊക്കെ അല്ലേ ഇപ്പോഴേ?
പുറത്ത് ഭയങ്കര ചൂടല്ലേ, ഭയങ്കര വെയിലല്ലേ. ഇപ്പം ദേഹത്ത് ഇച്ചിരി വെള്ളമൊക്കെ പറ്റി പോകുന്നുണ്ടേ. ഇച്ചിരി കഞ്ഞിവെള്ളം കുടിക്കാനാന്നേ. ചൂടോ? ആ, ഇച്ചിരി കഞ്ഞിവെള്ളം കുടിക്കാൻ വിളിച്ചതാ. കൈ പോയി കഴുകിയിട്ട് വാ. ഞാനെവിടെ എടുത്ത് വെച്ചാ? ആ അകത്തിരിക്കുന്ന പെണ്ണുമ്പിള്ളേ. അകത്തൊരു അടുക്കളയിൽ ഒരു പെണ്ണുമ്പിള്ള നിൽക്കുന്നുണ്ടോ? അടുക്കളയിൽ ഒരു പെണ്ണ് നിൽപ്പുണ്ട്, അവളാ. അടുക്കള ഒരു പെണ്ണ് നിൽപ്പുണ്ട്, അവളാ എടുത്ത് വെച്ചേ. എലിക്കുട്ടിയമ്മയ്ക്കാ. എനിക്കാ? ആ നിങ്ങൾ പറഞ്ഞില്ലേ? ആഹാ, എലിക്കുട്ടിയമ്മയുടെ പറഞ്ഞില്ലല്ലേ? വെച്ചിട്ടുണ്ട്. ആ ഉണ്ട്. മുക്കാലും മരങ്ങളിലും പോയി കഞ്ഞി കുടി. പോയി കഞ്ഞി കുടിക്കാനേ. കഞ്ഞി കുടി പോയി. കഞ്ഞി കുടിക്കാൻ? ആ ചെല്ലേ, എത്ര നേരമായി പറയുന്നു. അവിടെ ഇവിടെ ഇരിക്കാൻ കൊണ്ട് നേരം കുറയാലോ. കഞ്ഞി ഞാൻ എടുത്തു വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ വന്നില്ല. എത്ര നേരമായി? എലിക്കുട്ടിയമ്മ വരാത്തതിന് ഞാനാണ് ഉത്തരവാദി. ഇതെന്നാത്തിനാണ് കറുത്ത് കറുത്തെല്ലാം കിടക്കണം? അത് കടുക് പൊട്ടിച്ചതാ. കടുക് കടുക് പൊട്ടിച്ചതല്ലേ? ഉലുവയൊക്കെ എന്റെ പൊന്നോ. കടുക് ഉലുവ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.